ആൾക്കാരെ ദ്രോഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. 3 മണിക്കൂർ 14 മിനിറ്റ് തിയേറ്ററിൽ നിന്നിട്ട് മനുഷ്യന് ജലദോഷവും തൊണ്ട വരെ അടച്ചുപോയി. ഒരു ഒരു വളരെ മോശം സിനിമ. ഞാൻ ഇനി ഒരിക്കലും ഈ ഗീതു മോഹൻദാസ് പറഞ്ഞ ഡയറക്ടറുടെ ഒരു പടത്തിനും ഞാൻ കയറില്ല. അതായത് ഈ പടത്തിന്റെ ട്രെയിലർ കണ്ട സമയത്ത് ഉറപ്പായിരുന്നു ഇത് ട്രെയിലർ പോലെ ആയിരിക്കില്ല എന്ന്. കാരണം 2020 മൂത്തോൻ നിവിൻ പോളിയുടെ പടത്തിന്റെ ട്രെയിലർ കണ്ടിട്ട് ഒരു വലിയ അടിപ്പടം ആക്ഷൻ പടമൊക്കെ പ്രതീക്ഷിച്ചുള്ള തിയേറ്ററിൽ പോയിട്ട് ആ മെയിൻ മൂവിയും അതിന്റെ ട്രെയിലറും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. അപ്പൊ ടോക്സിക്കിന്റെ ട്രെയിലറും ടീസറെല്ലാം നമ്മൾ കുറെ നാളായിട്ട് തിയേറ്ററിലും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും ട്രെയിലർ പോലെ ആയിരിക്കില്ല. അപ്പോൾ പക്ഷേ യാഷ് എന്ന് പറഞ്ഞൊരു വലിയ സ്റ്റാർ വാല്യൂ ഉള്ള ഒരാള് വലിയ പടം വരുന്നു, പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു പടം വരെ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് അതിന്റെ സിനിമാറ്റോഗ്രാഫറിലും രാജീവ് രവിക്കാണ് ചെയ്യുന്നത്. ടെക്നിക്കലി ഭയങ്കര അടിപൊളിയായിട്ടുള്ള പടമാണ്, ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ട്രെയിലറും പടവും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പക്ഷെ ഇത് വ്യത്യാസം എന്നതിലുപരി ഭയങ്കര വെറുപ്പിക്കലാണ് ഈ പടം. അതായത് ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. ഒന്ന്, സിനിമാറ്റോഗ്രഫി അടിപൊളി ഫ്രെയിമും കാര്യങ്ങളാണ്. എഡിറ്റിംഗ് അടിപൊളിയാണ്. കലാസംവിധാനം ആർട്ട് ഡയറക്ഷനൊക്കെ സൂപ്പറാണ്. ഒരുപാട് സെറ്റും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. സിനിമയിലെ VFX CGI ഷോട്ടുകളൊക്കെ സൂപ്പറാണ് കേട്ടോ. പ്രാവ് പറക്കുന്നതും ആ സർക്കസിലെ സീനും പിന്നെ അതിന്റെ ക്ലൈമാക്സിൽ ഒരു വലിയ ഈ ജയന്റ് വീല് വെള്ളത്തിനടിയിൽ പോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്, ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ജൂനിയർ ആർട്ടിസ്റ്റുകൾ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിലെ കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, ഇതൊക്കെ അടിപൊളിയായിരുന്നു. ഇനി മോശമായി തോന്നിയിട്ടുള്ളത് ഒന്ന്, ഈ പടത്തിന്റെ കഥ, സംവിധാനം, അഭിനയം. അതായത് ഈ യഷിനെ കൊണ്ട് ആളെ അറിയാലോ, ഇയാൾ ഏത് പടത്തിൽ വന്നാലും ഒരു റോക്കി ബായി ആയിരിക്കും. ഇപ്പൊ റോക്കി ബായി ടോക്സിക്കിൽ അഭിനയിക്കുന്ന പോലെ നമുക്ക് തോന്നും, അല്ലാതെ ഇത് വേറെ തന്നെ. രായൻ എന്ന് പറയുന്ന കഥാപാത്രം അതിനങ്ങനെ ഒരു വലിയ പ്രത്യേകതയോ അല്ലെങ്കിൽ ഒരു വ്യത്യാസമൊന്നുമില്ല. റോക്കി ബായി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ പടത്തിലും വന്നിട്ടുള്ളത്. പിന്നെ ഈ പടത്തില് നയൻതാരയുടെ ഒരു കഥാപാത്രമുണ്ട്, ഗംഗ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പൊ ഈ ഗംഗയും രായനും, യഷും നയൻതാരയും ബ്രദറും സിസ്റ്ററുമാണ്. ഈ പടത്തിന്റെ ഒരു ഘട്ടത്തിലുണ്ടല്ലോ, അതായത് ചെറിയൊരു ഭാഗമാണ് കേട്ടോ, ഒരുപാടുണ്ട് പടം, ചെറിയൊരു കഷ്ണമാണ്. ഇത് പറഞ്ഞതുകൊണ്ട് സ്പോയിലർ ആവാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഇവര് കുട്ടികളായിരിക്കുന്ന സമയത്ത് ഇവരുടെ അമ്മ ഈ നയൻതാരയെ പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ഒരു പൈസക്ക് വിൽക്കുന്ന സമയത്ത് ഈ കുട്ടി, അതായത് കുട്ടി യഷ്, രായൻ, ഈ അമ്മയെ തട്ടിക്കളഞ്ഞിട്ട് അവന്റെ ചേച്ചിയെ അവിടുന്ന് രക്ഷിക്കും. എന്നിട്ട് ഒരു ദിവസം ഒരു റോഡ് സൈഡിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ രായന് വിശന്നിട്ട് കരഞ്ഞിട്ട് വിശക്കുന്നു എന്ന് പറയുന്ന സമയത്ത് വീണ്ടും ഈ ഗംഗ എന്ന് പറയുന്ന കഥാപാത്രം ഈ പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകും. ഇത് ഈ സിനിമയിലത്തെ ഒരു സീനാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് തന്നെ, അതായത് നമ്മളെ വല്ലാണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന രീതിയിൽ, ഓഡിയൻസിനെ വളരെ മണ്ടന്മാരെ കാണുന്ന രീതിയിലൊക്കെയാണ് ഈ സിനിമ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യമായിട്ടൊന്നൊരു സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. നമുക്ക് റെവനന്റിലെ ഒരു സീൻ കണ്ട നമുക്ക് മനസ്സിലാവും ഇത് റെവനന്റിൽ നിന്ന് ചൂണ്ടിയതാണ്. ജോക്കറിലത്തെ സീൻ കണ്ട നമുക്ക് ജോക്കറിലത്തെ സീനെല്ലാം അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഫൈറ്റ് ക്ലബിലത്തെ സീനെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ കണ്ട സിനിമയാണ് മച്ചാനെ. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നിങ്ങൾ ഇത് അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം എടുത്തിട്ടുള്ളതാണ്. ഇവരാരെയാണ് പൊട്ടന്മാരാക്കാൻ വേണ്ടി നോക്കുന്നത്. പക്ഷെ ഇത്രയും വലിയ ബിൽഡ് ചെയ്ത് ആ സിനിമയുടെ സെറ്റും ആ ഫ്രെയിമും അതിന്റെ ഒരു വ്യാപ്തിയുണ്ട്. സിനിമയുടെ ഒരു വലിപ്പം കാണുന്ന സമയത്ത് നമുക്ക് അതിനോട് തോന്നുന്നൊരു അട്രാക്ഷൻ ഇതിന്റെ കഥയിലേക്ക് വരുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. പിന്നെ ഈ പടത്തിൽ ഒരുപാട് അഡൽട്ട് സീനുകളുണ്ട്. ഞാൻ ബേസിക്കലി ഈ ന്യൂഡിറ്റിയും അതുപോലെ തന്നെ ഈ ഇന്റിമസി സീനുകൾ സിനിമയിലായാലും എവിടെ ഞാനത് ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതായത് കാണുമ്പോൾ നമുക്ക് അതിനോട് തോന്നുന്നൊരു അട്രാക്ഷൻ ഉണ്ട്. അതായത് വിഷ്വലി അതിനുള്ളൊരു ബ്യൂട്ടി ഉണ്ട്. പക്ഷെ ഈ പടത്തിലെ ഇന്റിമസി സീനുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ഈ 3GP ഈ മറ്റേ ആന്റി വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഒരു വീഡിയോ എടുത്താൽ എങ്ങനെ ഉണ്ടാകും അതായത് ഇത് നമുക്ക് ഭയങ്കര ബോറടിക്കും. ഇതൊന്നും നിർത്തി, ഇയാൾക്ക് ഇത് തന്നെ പണി. അതായത് വെടിവെക്കുക, സിഗരറ്റ് വലിക്കുക, ഇടയ്ക്കൊണ്ട് ഇങ്ങനെ എന്തോ മാസ് ഡയലോഗ് പറയുക, സ്ലോ മോഷനിൽ വരിക, പിന്നെ സ്ത്രീകളുമായിട്ടുള്ള ഈ പരിപാടികളൊക്കെ. അപ്പോൾ ഇതിങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോ ഒഡേസി എന്ന് പറയുന്ന സിനിമ എടുക്കുക, അതിൽ ഇന്റിമസി സീൻ ഉണ്ട്. ഒപ്പൻഹൈമർ എന്ന് പറയുന്ന സിനിമ എടുക്കുക, അതിൽ നല്ല പോയറ്റിക് ആയിട്ടാണ് ക്രിസ്റ്റഫർ നോളൻ ഇന്റിമസി സീനുകളൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇപ്പൊ ഇന്ത്യൻ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുള്ള വേർഷനിൽ അവര് സെൻസർ ബോർഡ് ഒരു ഡ്രസ്സെല്ലാം തയ്പ്പിച്ച് കൊടുത്തിരുന്നെങ്കിലും അതിന്റെ ഒറിജിനൽ വേർഷനിൽ നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. നമുക്ക് വിഷ്വലി കാണുമ്പോൾ അതിനുള്ളൊരു ബ്യൂട്ടി ഉണ്ടല്ലോ. പക്ഷെ ആ ബ്യൂട്ടി ഒന്നും, അതായത് ഈ സിനിമയ്ക്ക് നല്ല സ്കെയിലുണ്ട്. ഇത് കൂടി അംഗീകരിക്കുന്ന, അതായത് കാണാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇത് വന്നിട്ടുള്ളത്. പക്ഷെ ഇത് ഓഡിയൻസിനെല്ലാവരും മണ്ടന്മാരാക്കുന്ന രീതിയിൽ, ഏതോ ഈ തെലുങ്ക് പടത്തിലുള്ള നമ്മൾ കാണുന്ന രീതിയിലാണ് ഈ പടത്തിലെ പല ഇന്റിമസി സീനുകളും എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇന്റിമസി കാണാൻ വേണ്ടിയിട്ടാണോ പോയെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുറച്ചെങ്കിലും ഇതിലെന്തെങ്കിലുമൊക്കെ കാണാവുന്നത് ഇങ്ങനെ ചില സാധനങ്ങളൊക്കെയാണ്. അല്ലാതെ ഈ പടത്തിൽ അങ്ങനെ വലിയ വെറൈറ്റി ആയിട്ടൊന്നും ഒരു ഇതൊന്നുമില്ല.
ഇതിന്റെ കഥ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് ഈ കഥാപാത്രത്തിന്റെ ഉദ്ദേശം, ഓക്കെ എല്ലാം സഹിക്കാം. അതായത് ഈ നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു മെയിൻ യശ് എന്ന് പറയുന്നൊരു അതായത് രായന്റെ ഒരു കഥാപാത്രമുണ്ട്, അതായത് യശ്. ഇയാള് കുറെ കഴിഞ്ഞ സമയത്ത് ഇയാളുടെ ഒരു ജൂനിയർ വേർഷൻ, ഇയാളുടെ ഒരു മകൻ വരുന്നുണ്ട്, അതായത് താടിയും മീശെല്ലാം വടിച്ചു കളഞ്ഞ കുട്ടി യശ്. അതല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ക്ലോൺ ചെയ്ത പോലെയൊക്കെ ഉണ്ടാകും. പക്ഷെ അയാൾ അതിന് വേണ്ടിയിട്ട് ഫിസിക്കലി നല്ല പണിയെടുത്തിട്ടുണ്ട്, താടിയെല്ലാം മേടിച്ച് നമുക്ക് കണ്ട ആളെ മനസ്സിലാവുന്നില്ല. പക്ഷെ ഈ ഒരു കണ്ണെല്ലാം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. അച്ഛനെ പിന്നെയും സഹിക്കാം, ഈ മോനും കൂടി വന്നതിന് ശേഷം ഉണ്ടല്ലോ അച്ഛനെയും സഹിക്കണം മോനെയും സഹിക്കണം, നമുക്ക് തന്നെ ഭ്രാന്തായി പോകും. ഈ പടത്തിന്റെ ലെങ്ത് ഒന്ന് ആലോചിച്ച് നോക്കുക, 3 മണിക്കൂർ 14 മിനിറ്റ് ആണ് നമ്മൾ ഈ സാധനം കണ്ടുകൊണ്ടിരിക്കേണ്ടത്. നമുക്ക് തലവേദന എടുത്തിട്ടുണ്ടല്ലോ, നമ്മളെ ടോർച്ചർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പടം എടുത്ത് വെച്ചിട്ടുള്ളത്. ഓഡിയൻസിനെ അങ്ങനെ വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഇവര് സിനിമയുടെ പുറത്ത് പറയുന്ന പല അഭിപ്രായങ്ങളോടും പല ആൾക്കാർക്കും പലതരത്തിലുള്ള സ്വന്തം അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഇവര് പറഞ്ഞിട്ടില്ല, അതായത് ഡയറക്ടർ പറഞ്ഞിട്ടുള്ള പല അഭിപ്രായങ്ങളോടും ഞാൻ പേഴ്സണലി യോജിക്കുന്നുണ്ട്. എല്ലാം വേണ്ട, വുമൺ എംപവർമെന്റും അല്ലെങ്കിൽ ആക്ടിവിസം പരിപാടി നല്ലതാണ്, അതെല്ലാം ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അവിടുന്ന് സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള കാര്യം ഒരു അന്തരമുണ്ട്, ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. ഇനി അതൊന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല, യഷിനെ കൊണ്ട് ഇവർ ഒരു ഡയലോഗ് പറയിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യനെയും അയാളുടെ ആദർശങ്ങളെയും ഒരേപോലെ കാണാൻ വേണ്ടി പാടില്ല. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ ഇതെല്ലാ കാര്യത്തിലും ബാധകമാണ്. ഇനി അതൊക്കെ വിട്ടോട്ടെ, ഇവരുടെ അഭിപ്രായങ്ങളോ പടത്തിലെ ഡയലോഗെല്ലാം വിട്ടോട്ടെ. ഇപ്പോൾ നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവൽ വായിക്കുന്ന പോലെ, ഒരു പാട്ട് കാണുന്നത് പോലെ. നമുക്ക് വേണ്ടത് എന്റർടൈൻമെന്റ് ആണ്, ഒന്ന് റിലാക്സ് ആവുക. പിന്നെ ഇന്ന് ഓണമാണ്, ഒന്ന് കുറച്ച് സമയം ഒന്ന് എന്റർടൈൻ ചെയ്തിരിക്കും. ഇപ്പൊ നമ്മൾ ഈ BKU ബദ്ലഹേം കുടുംബ യൂണിറ്റ് സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്. സിനിമ കണ്ടിട്ട് നമ്മൾ സീറ്റിൽ തന്നെ ഇരുന്ന് എല്ലാവരും ചിരിച്ച് കൈയടിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ ഈ പടം കണ്ടു കഴിഞ്ഞ പാടുണ്ടല്ലോ, ഓഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിയായിരുന്നു. അതായത് ആൾക്കാർ ഈ പടം തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ കൗണ്ടർ അടിക്കാൻ വേണ്ടി തുടങ്ങി. കൗണ്ടറും തെറിയും, വൻ തെറിയാണ് കേട്ടോ. ഇത് അവസാന ഡയറക്ടറുടെ പേരിൽ എഴുതി കാണിക്കുന്ന സമയത്ത് പുളിച്ച തെറിയായിരുന്നു, ഭയങ്കര തെറിയായിരുന്നു. അത് നമുക്ക് തന്നെ അത്രയും വേണ്ടിയിരുന്നില്ലൊക്കെ തോന്നിപ്പോ, വൻ തെറിയും കാര്യങ്ങളെല്ലാം ആയിരുന്നു. സെക്കൻഡ് ഹാഫ് കണ്ടിരിക്കാൻ വെച്ചാൽ ഭയങ്കര ബാലിശമായിട്ടുള്ള കാര്യമാണ്, ഒരു മാതിരിയാവും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പൊതുവേ ഒരു എന്റർടൈൻമെന്റ് മൂഡ്, ഓണം എന്നൊക്കെ ആകുമ്പോൾ ഇന്ന് ഓണം, ഇന്നലെയും ലീവ്, നാളെയും ലീവ്, നമ്മളൊന്നും ജോളി ആയിരിക്കുന്ന ഒരു മൊമെന്റ് ആണല്ലോ. അപ്പൊ നമ്മളൊരു എന്റർടൈൻമെന്റിന് വേണ്ടി പോകുന്ന സമയത്ത് ഇപ്പൊ ഒരു നോവൽ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്ട് ഫോം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് വേണ്ടത്? നമുക്കൊരു സന്തോഷം വേണം, അല്ലെങ്കിൽ ഒരു ത്രില്ല് വേണം, അല്ലെങ്കിൽ ആ നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ആർട്ട് ഫോമിലെ കഥാപാത്രങ്ങളുടെ എന്താണ് ഒരു ഇന്റിമസിയോ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പോ, ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന കോംപ്ലക്സിറ്റിയോ, അതിലുണ്ടാകുന്ന നല്ല നല്ല മൊമെന്റുകള്, നല്ല നല്ല സിറ്റുവേഷൻസുകൾ, ഈ സിറ്റുവേഷനിൽ നിന്നെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ വളരെ ഫ്രീ ആയി കിട്ടുന്ന ഒരു നോളജ് പോലെയാണ്. പക്ഷെ നോളജ് ഉദ്ദേശിച്ചത് മറ്റേ PSC പരീക്ഷയ്ക്ക് പോകുന്ന നോളജ് അല്ല കേട്ടോ, അങ്ങനെ അല്ലാതെ മാനുഷികമായിട്ട് നമുക്ക് കിട്ടുന്ന കുറെ കാര്യങ്ങൾ സിനിമയിലൊക്കെ ഉണ്ടാകും. പക്ഷെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെറുപ്പ് തോന്നും. എന്ന് വെച്ചാൽ ഇത് നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ടെല്ലാം എടുത്തു വെച്ച സിനിമയാണെന്ന് തോന്നും. നമ്മുടെ പേഷ്യൻസിനെ, നമ്മുടെ സിനിമ കണ്ടിട്ടുള്ള പരിചയത്തിനെ, സിനിമ കണ്ടിട്ടുണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിനെല്ലാം കളിയാക്കുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഈ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് ഈ ജീവപര്യന്തം ആൾക്കാരെ ശിക്ഷിക്കില്ലേ, 14 വർഷം അല്ലെങ്കിൽ ഡബിൾ ജീവപര്യന്തം, അല്ലെങ്കിൽ ഈ വലിയ പോക്സോ ക്രൈമിൽ ചെയ്തിട്ട് ആൾക്കാർ ജയിലിൽ കൊണ്ടിടില്ലേ, അവർക്കെല്ലാം ഈ സിനിമ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മേ ബി അവർ ചിലപ്പോൾ ഈ പടം കണ്ടിട്ട് സൂയിസൈഡ് ചെയ്യുമായിരിക്കും. ഭയങ്കര ടോർച്ചറിങ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഭയങ്കര വ്യക്തി വിരോധമോ ദേഷ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ ടോക്സിക്കിന്റെ ഒരു ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് അവർ തിയേറ്ററിലിട്ട് പുറമേ നിന്ന് ലോക്ക് ചെയ്യുക. ഭാഗ്യമുണ്ടെങ്കിൽ അവർ അതിനകത്ത് സൂയിസൈഡ് ചെയ്യില്ല. പിന്നെ ഇപ്പോൾ 2020 മറ്റേ തുറമുഖം അല്ലെന്നാണ് മറ്റേ നിവിൻ പോളിയുടെ പടമാണെങ്കിൽ ആ പടത്തിന് ശേഷം 5 വർഷം കഴിഞ്ഞിട്ട് സർവ്വമയലാണ് ഈ ചെങ്ങായി ഒന്ന് തല വെക്കിയത്. പക്ഷെ യശിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല. എനിക്ക് തോന്നുന്നില്ല ഇയാൾ ഇനി ഈ ടോക്സിക്കിന്റെ ട്രോമയിൽ നിന്ന് പുറത്തു കിടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തൊരു അബദ്ധം പടമെന്നറിയത്. ഇതെന്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. പിന്നെ നമ്മൾ സിനിമ കാണാനിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്തിരിക്കുന്ന ഓഡിയൻസിന്റെ കൂടി റിയാക്ഷൻ നോക്കുമല്ലോ. പല ആൾക്കാരും വല്ലാണ്ടും അടുത്തൊരു 2-2.5 മണിക്കൂർ ആകുമ്പോൾ തന്നെ ഇറങ്ങിപ്പോയി. 9:45 ഷോ തുടങ്ങിയതാണ്, 1 മണി വരെ പരാക്രമമായിരുന്നു. എൻ്റെ മോനെ, ഒരു ശിക്ഷയാണ് കേട്ടോ. ഈ പടത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും റിലീസ് മാറ്റി എത്ര വർഷങ്ങളോളമായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഈ കഥ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഇവർ ഭയങ്കര ബുദ്ധിജീവി പടം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തിനങ്ങനെല്ലാം എന്താണ് കോംപ്ലക്സിറ്റി ഉണ്ടാക്കുന്നത്? ഇപ്പോൾ ഈ ബദലഹം തന്നെ നോക്കുക, എത്ര സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്, ഏത് മനുഷ്യനും മനസ്സിലാവുന്ന പോലെയാണ് അതൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ ആകെയുള്ള ഒരു സന്തോഷം എന്ന് വെച്ചാൽ ടോക്സിക് ഏതായാലും വീണു, എന്തായാലും ബദലഹേം ഒരു 200 കോടിയോ 300 കോടിയോ അടിക്കും. അത് മാത്രമാണ് ആകെയുള്ളൊരു സന്തോഷം. പിന്നെ ഇവർ ഇത്രയെല്ലാം വർക്ക് ചെയ്തിട്ട്, അതായത് ഇതിന്റെ ബാക്കിയുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള വർക്ക് ഉണ്ട് കേട്ടോ, അതിനൊന്നും ഞാനങ്ങനെ ചെറുതായി കാണുന്നില്ല. സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും
CG ആണെങ്കിലും ആർട്ടാണെങ്കിലും ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. നല്ല കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അതെല്ലാം എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. നല്ല ക്ഷമ വേണം ഈ പടം കണ്ടിരിക്കാനായിട്ട്. നമ്മൾ ഉറപ്പായിട്ട് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് തെറിയെല്ലാം വിളിച്ചു പോകും. പിന്നെ വളരെ മോശം പടം, വളരെ വളരെ മോശം പടം. ഞാൻ ഇനി ഒരിക്കലും ഈ ഒരു ക്രിയേറ്ററുടെ സിനിമയ്ക്ക് ഞാൻ കയറില്ല. അതായത് സമയം, സമയം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല, പൈസ നമുക്ക് പണിയെടുത്തുണ്ടാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അത് മാത്രമല്ലല്ലോ, നമുക്ക് ഇപ്പൊ ഒരു ബ്രാൻഡിന്റെ മേലെയുള്ള ഒരു ട്രസ്റ്റ് എല്ലാം പോയി കഴിഞ്ഞാല് ഇനി അത് കൺസ്യൂം ചെയ്യുന്ന പരിപാടിയില്ല. സോ ഞാൻ ഇവരുടെ പടം കാണുന്ന പരിപാടി നിർത്തി.